സോ ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഒരുപാട് പേരുടെ ഡൗട്ടാണ്, അവർ കുറെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ കമ്പൈലേഷൻ വായിക്കുന്നുണ്ട്, ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, ടെസ്റ്റ് സീരീസ് ഒരുപാട് എടുക്കുന്നുണ്ട്. പക്ഷെ അവരൊരു മാർക്ക് റേഞ്ചിൽ സ്റ്റക്കാണ്. ഇതെങ്ങനെ ഓവർകം ചെയ്യും സാറിന്റെ ഒരു മെന്റർഷിപ്പ്, വൺ ഓൺ വൺ മെന്റർഷിപ്പിൽ? ജനറലി നമ്മൾ ഈ വൺ ഓൺ വൺ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമൈസബിൾ ആയിട്ടൊരു പ്ലാൻ ആണ് നമ്മൾ ജനറലി പറയാറ്. നമ്മൾ ജനറലി ഒരുപാട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കുറവുള്ള ആൾക്കാരുണ്ടാവും, ഒരു 40-50 റേഞ്ച് ഉള്ളവർ. അവരെ സംബന്ധിച്ചോളം നമ്മൾ ജനറലി ചെയ്യാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഓൺ ദി ബേസിക്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ജനറലി നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് നമ്മളോട് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പറയാണ്. അപ്പോൾ ജനറലി നമ്മളിപ്പോൾ ഇനീഷ്യലി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ലിമിറ്റഡ് ഗവൺമെന്റ് എന്താണെന്ന് നമ്മൾ ചോദിക്കും. ആ ഒരൊറ്റ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാവും ആ കാർഡിനൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. ഡോക്ട്രിൻ ഓഫ് ലിമിറ്റഡ് ഗവൺമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാ ഓർഗൻസിനെയും എന്ത് ചെയ്യാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സുപ്രീം ലോ ഓഫ് ലാൻഡ് എന്ത് ചെയ്യാണ്, ലിമിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു സിമ്പിൾ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഓൾമോസ്റ്റ് അതായിട്ട് ത്രെഡ് ആയിട്ട് വരുന്ന ഒരുപാട് കൺസെപ്റ്റ്, റൂൾ ഓഫ് ലോ, സെപ്പറേഷൻ ഓഫ് പവർ ഒക്കെ നമുക്ക് കറക്റ്റ് ആവും. നമ്മൾ വേറെ സബ്ജക്റ്റിൽ പോവാണെങ്കിൽ നമ്മളിപ്പോൾ ഏൻഷ്യന്റ് ഇന്ത്യയോ മിഡിവൽ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ നമുക്ക് ജനറലി ചില ട്രാൻസിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്രൊണോളജി കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി 6th സെഞ്ചുറിയിൽ നമ്മൾ ഹർഷവർദ്ധനയ്ക്കൊക്കെ ശേഷം ഉണ്ടാവുന്ന ഒരു ഷിസം ഉണ്ട്, ഒരു ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ നമുക്ക് എന്തുണ്ട്, ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 10th സെഞ്ചുറി സമയത്ത്. അപ്പോൾ UPSC നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 2022-23 റിപ്പീറ്റഡ് ആയിട്ട് ഈ പറയുന്ന ആംഗിൾസ് എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്രൊണോളജി ആസ്പെക്ട് ഒരാൾക്ക് ക്ലിയർ ആണോ ഇല്ലയോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും എന്താണ് ആൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ലൈക്ക് ഒരു 40-50 ആളുകൾ നമുക്ക് ആ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആ ഉത്തരം കിട്ടില്ല. ബട്ട് ജനറലി നമ്മളൊരു 60-70 ഒരാൾ കിട്ടിയ ഒരാളെ സംബന്ധിച്ചോളം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന് ക്ലാരിറ്റി ഇല്ലാത്തൊരു ഉത്തരം ഉണ്ടാവും. ആ ക്ലാരിറ്റി ഇല്ലാത്ത ഉത്തരത്തിന് നമ്മൾ അഡീഷണലി വായിക്കുന്നതായിരിക്കില്ല അതിനുള്ള മറുപടി എന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും എങ്ങനെ ചെയ്യുന്നതായിരിക്കും, നമ്മൾ ആ ചാൻസ് എടുക്കുന്നതും നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ജനറലി നമ്മൾ ആൻസറിലേക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റാം. ജനറലി എൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറലി ക്വസ്റ്റ്യൻസിനെ ഗെയ്ജ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലത് നോളജ് വെച്ച് സോൾവ് ചെയ്യണം, നമ്മൾ ലോജിക് വെച്ച് സോൾവ് ചെയ്യണം. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ അറിവ്, നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻ ദാറ്റ് റെസ്പെക്ട് നമുക്കറിയാം എല്ലാ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെ ഒരു ലൈഫിൽ ഒരാളുണ്ടാവും, പറഞ്ഞു കൊടുത്ത ഒരാളുണ്ടാവും. അപ്പൊ അതാരാണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ സർ, ഇറ്റ് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട്. അതിന്റെ ഒരു ഫാൻസി നെയിമാണ് ഈ വൺ ഓൺ വൺ സെഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് പറയാം, വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ എല്ലാം എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. ബട്ട് ആസ് ഇറ്റ് ഇസ് നമ്മളൊരു വൺ ഓൺ വൺ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ അസസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഒരാൾ ചിലപ്പം എല്ലാം അറിയുന്ന ഒരാളായിരിക്കും, പക്ഷെ ജനറലി ആ എക്സാം ഹാളിന്റെ പ്രഷറിൽ ഇവൻ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, എത്ര ക്വസ്റ്റ്യൻ നമ്മൾ 11:15 വരെ അറ്റംപ്റ്റ് ചെയ്തോന്ന് ചോദിക്കും. 11:15 വരെ അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ അത് കഴിഞ്ഞിട്ട് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രം കാണിക്കാൻ പറയും. അത് മാത്രം കാണിക്കുമ്പോൾ ആ 15 മിനിറ്റ്സിൽ ചിലപ്പോൾ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ആ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ആൾക്കൊരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ടിന്റെ പുറത്ത് ആ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബൾക്കായിട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പം ആ ഒരു സിമ്പിൾ റെഗുലേഷൻ ആയിരിക്കും, ആ ഒരു സിമ്പിൾ റെഗുലേഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ഓർമ്മയിൽ 2023 പേപ്പർ ഉണ്ടായിരുന്നു. 2023 പേപ്പറിൽ ജനറലി നമ്മൾ ആ വർഷം നമ്മൾ പറഞ്ഞിട്ട് പോയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 only 2 only pair only ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ലാസ്റ്റിലേക്ക് വെക്കുക എന്നുള്ളത്. പക്ഷെ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ നമ്മൾ പേപ്പർ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. പേപ്പർ മറിച്ചിട്ട് നമ്മൾ എന്ത് കാണുന്നില്ല, അല്ലാത്തൊരു ക്വസ്റ്റ്യൻ കാണുന്നില്ല, എല്ലാം പെയർ only ക്വസ്റ്റ്യൻസ്. അപ്പൊ ആ ഒരു സമയത്ത് ജനറലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പം വേണ്ടത് ധൈര്യമായിരിക്കും, അറ്റംപ്റ്റ് ചെയ്യാനുള്ള ധൈര്യവും മനസ്സിലാക്കാനുള്ള ധൈര്യവും ഇമോഷണലി റെഗുലേറ്റ് ചെയ്യാനുള്ള ധൈര്യം. അപ്പൊ ആ ഒരു സിമ്പിൾ ഫിക്സ് ആയിരിക്കും ജനറലി എന്ത് ചെയ്യുക, മറ്റാളെ കിടത്തി വിടുക. അപ്പം ജനറലി ഡൗട്ട് ക്ലിയർ, യെസ് ഡെഫിനറ്റ്ലി അതൊരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആണ്. പ്ലസ് അബൌട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ എന്തും കൂടിയാണ് ഒരാളുടെ പേഴ്സണലി അയാളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രോസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോഴത്തെ ആൾക്ക് എങ്ങനെ ചാടാന്നുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെന്ററിന് ഈ വൺ ഓൺ വൺ മെന്റർഷിപ്പിൽ ഒരു കുട്ടിയുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി മാത്രമാണ് ഒരു വഴി?
സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെന്ററിന്റെ റോൾ അതിൽ ലിമിറ്റഡ് ആയിരിക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു മെന്ററിന് അതിൽ റോൾ ഉണ്ട് സർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു മെന്ററിന് ഒരു മെന്റർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാൾക്ക് 50 മാർക്ക് 100 മാർക്കാന്ന് ഞാൻ പറയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ആ വരുന്ന ആള് അത് തോട്ട്ഫുള്ളി മനസ്സിലാക്കി നമ്മൾ വർക്ക് ചെയ്യുന്ന കൊടുക്കുന്ന മൊഡ്യൂള് അതുപോലെ തന്നെ ക്യാരി ഔട്ട് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മളും ചെയ്ത മിസ്റ്റേക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മുമ്പ് ആരെങ്കിലും ചെയ്ത മിസ്റ്റേക്സ് നമ്മൾ കണ്ടുപഠിച്ചതായിരിക്കാം. ആ മിസ്റ്റേക്സ് അവർ ചിലപ്പോൾ വരുത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ വരുത്താൻ സാധ്യതയുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ലാസ്റ്റ് മിനിറ്റിലാകുമ്പോഴത്തേക്കും നമ്മൾ ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്കും നമുക്ക് ജനറലി വരുന്ന ഒരു സാധനമാണ് ഫോമോ മിസ്സിംഗ് ഔട്ട് വരും. അപ്പോൾ ജനറലി നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് കോണ്ടന്റ് ബോംബാർട്ട്മെന്റ് ഉണ്ടാവും, പിന്നെ ഒരുപാട് മാഗസിൻസ് ആ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഇറക്കുന്നത്. അത് തെറ്റല്ല, ഒരു എന്താണ് ഒരു എക്സാമിന് അടുപ്പിച്ച് ഒരുപാട് മെറ്റീരിയലുകൾ എല്ലാവരും ഒന്നിച്ച് അതിനിറക്കുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ചില സമയത്ത് ഇതെല്ലാം ഒഴിവാക്കി സ്റ്റിക്ക് ടു യുവർ ബേസിക്സ്, സ്റ്റിക്ക് ടു വാട്ട് യു ഹാവ് എന്ന് പറയുന്നതായിരിക്കും ചിലപ്പം ആ ഒരു റീഅഷുറൻസ് ആയിരിക്കും ഒരാൾക്ക് വേണ്ടത്. ആ റീഅഷുറൻസിൽ ചിലപ്പോൾ ആൾ എന്ത് ചെയ്യും, യെസ് ഐ എം റെഡി എന്ന് പോയി പറഞ്ഞ് എന്ത് ചെയ്യായിരിക്കും, എക്സാം കൊടുക്കുമായിരിക്കും. സോ മാർക്ക് കൂട്ടലായിരിക്കില്ല അതിന്റെ, ഡെഫിനറ്റ്ലി മാർക്ക് കൂട്ടൽ അതിന്റെ എൻഡ് റിസൾട്ട് ആയിരിക്കും. ബട്ട് ഐ ബിലീവ് മോർ ഇൻ ദി പ്രോസസ്. ആ പ്രോസസ്സിലൂടെ ഒരാളെ മനസ്സിലാക്കി ഒരാളുടെ വീക്ക്നെസ് എന്താന്ന് ഗേജ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് എന്ത് ചെയ്യുക, ഇൻക്രിമെന്റലി. നമ്മളിപ്പോൾ നമ്മളൊരു മെന്റർഷിപ്പ് വന്നു എന്ന് വിചാരിച്ച് നമ്മൾ പ്രോമിസ് ചെയ്യുന്നില്ല ഒരാഴ്ച 2 ആഴ്ചയും കൊണ്ട് നമുക്ക് മാർക്ക് കൂട്ടാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി ഒരു ഫാക്ടർ ഉണ്ട്. 1-2 മാസത്തിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ടാവണം, ഒരു മാറ്റം ഉണ്ടാവണം. That is by the process. That process that we follow here. നമ്മൾ സ്റ്റഡി, റിപ്പീറ്റ്, സ്റ്റഡി, പ്രാക്ടീസ്, ആ ഒരു ഫിലോസഫിയിൽ നിന്നുകൊണ്ടായിരിക്കും നമുക്ക് ആ മാറ്റം വരിക. സോ ഡെഫിനറ്റ്ലി ദ ആൻസർ ഇസ് യെസ്, ബട്ട് നോട്ട് ഇൻ എ ഷോർട്ട് ടേം, ഡെഫിനറ്റ്ലി ഇൻ എ ലോങ് ടേം. അപ്പോൾ നമ്മള് ഗാലന്റിൽ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ല ഓരോരുത്തർക്കും കൊടുക്കുന്നത്, സ്പെസിഫിക് ആയിട്ട് ടൈലർ മെയ്ഡ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ ആണ് ഓരോരുത്തർക്കും മെന്റർഷിപ്പിൽ കൊടുക്കുന്നത്. അതിന്റെ ഒരു നമ്മുടെ ഉദ്ദേശം എന്താണ്? ജനറലി ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ എൻ്റെ തന്നെ പേഴ്സണൽ അനുഭവത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ മെന്റർഷിപ്പിന് വന്നവരിൽ ഒരാൾ എൻ്റെ അടുത്ത് മെന്റർഷിപ്പിന് വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ജോലിക്ക് പോവാണ് 8 മണിക്കൂർ. ഈ 8 മണിക്കൂർ ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം ഞാൻ ആളുടെ മേളിൽ ഇടേണ്ട ബർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവായിരിക്കണം. ആൾക്ക് ഞാൻ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം പറഞ്ഞു കൊടുക്കുന്നത്. അയാളെ സംബന്ധിച്ചോളം ഏറ്റവും എളുപ്പത്തിൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും മിനിമം ആണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൽ നിന്ന് ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്തെടുക്കേണ്ടത്, റിവൈസ് ചെയ്തെടുക്കേണ്ടത് എന്ന് നമ്മൾ ടെല്ലും വേണം. നേരെ തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും. അയാളെ സംബന്ധിച്ചോളം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ അയാൾ പ്രിലിംസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നന്നായിട്ടാണ് പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കൊരു ആൻസർ റൈറ്റിംഗ് എത്തിക്സോ ഇതോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ചിലപ്പം ഒരാള് ബേസിക് കവർ ചെയ്തിട്ടുണ്ടാവില്ല. ബേസിക് കവർ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചോളം നമ്മൾ ആളോട് ഒരു 10-20 പേപ്പർ ചെയ്യാൻ പറയുന്നതിൽ സത്യത്തിൽ എന്തില്ല, അർത്ഥമില്ല. അപ്പൊ ഇതൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഇതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ടൈലർ മെയ്ഡ് ആയിട്ട് ഒരാളുടെ സ്റ്റേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അയാളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈവൻ ചില സമയത്ത് നമ്മൾ ഒരാളോട് പറയും നിങ്ങളൊന്നും ചെയ്യണ്ട. കാരണം എന്താണ്, ചില സമയത്ത് അവരുടെ മെന്റൽ പീസ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ മെന്റൽ പീസ് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അവർ നോർമലി ചിലപ്പോൾ എന്താവും, ഒരു നോർമൽസിയിലേക്ക് വന്നിട്ട് അവർ എന്ത് ചെയ്തോളും, പൊക്കോളും. സോ ഡെഫിനറ്റ്ലി നമ്മളൊരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഇന്നതാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ, നമ്മൾ ഒരുപാട് റഷ് ഒന്നും എടുക്കുന്നില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അപ്പുറത്തേക്ക് നമ്മൾ ഒരു കട്ട് ഓഫിന്റെ അപ്പുറത്ത് മാത്രമല്ല അവരുടെ ലൈഫിലും എന്താണ് ഒരു തരത്തിലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ചിലപ്പോൾ അറിയാം, നമ്മൾ ചിലപ്പം ഞാനൊക്കെ ഫസ്റ്റ് ഫിലിംസ് ഒക്കെ പാസ്സാകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് സത്യത്തിൽ ഒരു കോൺഫിഡൻസ് ആണ്, നമുക്കും കേപ്പബിൾ ആണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. മിസ്സിനും അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഫീലിംഗ് ആണ് ജനറലി നമ്മൾ എന്ത് ചെയ്യുക. അപ്പൊ അത് കാണുമ്പോഴാണ് നമ്മുടെ സത്യത്തിൽ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സർ, പിന്നെ റിവിഷനെ കുറിച്ച് എങ്ങനെയാണ് നമ്മളത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക? എത്ര പ്രാവശ്യം റിവിഷൻ വേണം റിമെമ്പർ ചെയ്യാൻ വേണ്ടി? അഗെയിൻ ഇവിടെയും നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെയാണ് നമ്മുടെ മെന്റർഷിപ്പ് ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണ്. ഐ ഹവ് സീൻ പീപ്പിൾ റീഡിങ് വൺസ് ആൻഡ് ദെൻ ദേ ആർ ഡൺ വിത്ത് ഇറ്റ്. അവരെ സംബന്ധിച്ചോളം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പൊളിറ്റിയിൽ നമ്മൾ പഠിപ്പിക്കുമ്പം, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും അതിനുശേഷം ആണെങ്കിലും നമ്മൾ ജനറലി മണി ബില്ല്, ഫിനാൻഷ്യൽ ബിൽ 1, ഫിനാൻഷ്യൽ ബിൽ 2, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബിൽ നമ്മൾ കമ്പയർ ചെയ്താണ് പഠിക്കുക, ഓർഡിനറി ബില്ല് കമ്പയർ ചെയ്താൽ. അപ്പൊ ജനറലി ഞാൻ ആ ടേബിൾ ഒരു തവണ ക്ലാസ്സിൽ പറഞ്ഞ് കിട്ടി പിന്നെ മറന്നു പോകാത്ത ആൾക്കാരുണ്ട്. വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട് 3 തവണ ക്ലാസ്സിൽ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്.
ചിലവര് ഞാൻ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മനസ്സിലായിട്ടുണ്ട്. പിന്നീട് ഇൻഡിവിജ്വലി വന്ന് ചോദിച്ച് മനസ്സിലാക്കിയവരുണ്ടാവും. പിന്നെ ഈ കാറ്റഗറിയിൽ തന്നെ ഉള്ളവര് പെട്ടെന്ന് മറന്നുപോയവരുണ്ടാവും. ഞാൻ പറയുന്നത് ഇതിൽ ഇൻഡിവിജ്വൽ കേപ്പബിലിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പേഴ്സണലി ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു ലേണറാണ്. ഞാൻ സ്ലോ ആയിട്ടുള്ള ലേണർ ആയതുകൊണ്ട് എനിക്ക് സമയമെടുക്കും പഠിക്കാൻ. ബട്ട് ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഞാൻ കുറേ കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സെറ്റിൽഡ് ആണ്. അപ്പൊ മിസ്സിനും അങ്ങനെ ഒരു രീതി ഉണ്ടാവും. ചിലപ്പോൾ മിസ് പെട്ടെന്ന് പഠിക്കുമായിരിക്കും, പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ പെട്ടെന്ന് റിവൈസ് ചെയ്യായിരിക്കും. സി, അതിനും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആളുടെ കേപ്പബിലിറ്റി എന്താണെന്നുള്ളതാണ്, ആളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്, ആളുടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ജനറലി ഞാൻ ഐ എം അഗെയിൻസ്റ്റ് ദ തോട്ട് ദാറ്റ് നമ്മൾ ബൾക്കി ആയിട്ട് റിവൈസ് ചെയ്യാൻ വെക്കുന്നതിനെതിരെയാണ് ഞാൻ. ഐ എം ഓഫ് ദ തോട്ട് നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യണം, ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാലണ്ടറിൽ കഴിഞ്ഞ ഒരു 1 വീക്ക് ഈ ആഴ്ച ഇവിടുത്തെ പൊളിറ്റി ടെസ്റ്റ് സീരീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തൊരു ഇനീഷ്യേറ്റീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 8 to 9 നമ്മൾ ഫാസ്റ്റ് പേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ടെസ്റ്റിനുള്ള പോർഷൻസ് ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു പറയും. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രസിഡന്റിനെ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ജനറലി നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, നമ്മൾ പ്രസിഡന്റ് മാത്രമാണ് പഠിപ്പിച്ചു പോകുന്നത്, എന്നിട്ടാണ് നമ്മൾ ഗവർണർ പഠിച്ചു പോകുന്നത്. ഒരു റിവിഷൻ സെഷൻ ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് ജനറലി നമുക്ക് പ്രസിഡന്റിന് ഫോർ എക്സാമ്പിൾ ഇന്നലെ നമ്മൾ ഒരു കൺഫ്യൂഷൻ അറൈസ് ചെയ്താണ്, പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ ഇല്ലയോ, ഗവർണറിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ ഇല്ലയോ, അത് നമുക്ക് പ്രോപ്പർലി കമ്പാരിറ്റീവ് അനലൈസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ചിലവർക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും റിവിഷൻ സെഷൻ, ചിലവർക്ക് അത് നടക്കുമ്പോഴായിരിക്കും റിവിഷൻ സെഷൻ, ചിലവർക്ക് അത് വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും റിവിഷൻ സെഷൻ. അപ്പൊ പലർക്കും പല രീതികളായിരിക്കും. ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ഐഡന്റിഫൈ ആൻഡ് ബ്രേക്ക് ഇറ്റ് ഇൻ ടു ബിറ്റ്സ് ആൻഡ് പ്രാക്ടീസസ് ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് റിവിഷൻ ഇസ് ഓൾവേസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, നമ്മളിപ്പോ കുറെ ഡീറ്റെയിൽസ് സംസാരിച്ചു. So who should choose this one-on-one mentorship? See, when you offer a one-on-one mentorship, actually, generally, if you are well within your ambit, നിങ്ങൾ നന്നായി പ്രിലിംസിന് സ്കോർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, ആൻഡ് എന്താണ് നോർമൽസിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, പിന്നെ യു ഹാവ് സമ്മൺ എൽസ് ടു ഗൈഡ് യു, നിങ്ങൾ ഇത് പ്രിഫർ ചെയ്യേണ്ട ആവശ്യമില്ല. യു വിൽ ഗോ ഇൻ എ നോർമൽ. ബട്ട് യു ആർ ഇൻ എ ഫിക്സ്, അതായത് നിങ്ങൾക്ക് സംതിങ് ഇസ് നോട്ട് ഗോയിങ് കറക്റ്റ്, അതിപ്പോ പ്രിലിംസിന്റെ മാർക്കിൽ മാത്രമാവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, സംതിങ് ഇസ് നോട്ട് ഗോയിങ് ഇൻ ദ സബ്ജക്ട്, ഓക്കെ, ഇറ്റ് നോട്ട് ഗോയിങ് യുവർ വേ. എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പം ചില ആൾക്കാർ ഫോം ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ലെവൽ പെർഫോമൻസ് കിട്ടൂല വിസ് ഏതാണ് UPSCയുടെ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. അവരെ സംബന്ധിച്ചോളം സ്ലൈറ്റ് ആയിട്ടുള്ള ആ ടെർമിനോളജീസും അല്ലെങ്കിൽ ആ ലാംഗ്വേജിന്റെ പ്രോബ്ലം ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം, ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഡിഫറെന്റ് ലാംഗ്വേജസ് ആണ് നമ്മൾ ജനറലി ഉപയോഗിക്കുക. അതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു മെട്രിക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം UPSC തന്നെ എല്ലാ വർഷവും ഡിഫറെന്റ് രീതിയിലാണ് എന്ത് ചെയ്തു പോകുന്നത്, അതിനെ അഡ്രസ് ചെയ്തും ഇതും ഒക്കെ പോകുന്നത്. പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ ഈ വർഷം നമ്മളൊരു 3 സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യും, 4 വർഷം നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണും. 3 ടേബിൾ കണ്ടാൽ ഈ വർഷം നമ്മൾ 4 ടേബിൾ കാണും. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇതില്ല. ജനറലി അവർക്ക് ചിലപ്പം ആ ഒരു ടൈമിന്റെ ഒക്കെ UPSC ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു ലോജിക് ഉണ്ടാവുമായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ആയിരിക്കും. പക്ഷെ അവർക്ക് വേണ്ടതൊരു എന്താണ്, ആ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാണിച്ചു കൊടുക്കാനും, ഇതാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവിടത്തേൽ കുറേ കൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഫിക്സിൽ നിൽക്കുന്നവർ they are open to come here, talk to us, we can resolve their doubts. That's what I have for my side. Thank you, sir. Thank you so sir. much. Thank you. Gallant IAS, chasing your passion to ace.